ഈ വണ്ടിക്കുള്ള് കാണിച്ചുതരാം. ഇതാണ് മക്കളെ വണ്ടിയുടെ ഉള്ളൊക്കെ കണ്ടല്ലോ. വണ്ടി ഇനി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്താണ് നമ്മുടെ പാർക്കിംഗ് ഉള്ളത്. അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് വണ്ടി ഇത് ഓട്ടോമാറ്റിക്കാണ്. സ്റ്റിയറിങ്ങിന് താഴെയാണ് ഗിയർ വരുന്നത്. ഇതാണ് ഗിയർ വരുന്നത്. മണലിൽ കയറാനായിട്ട് ചെറിയ ഗിയർ വരുന്നുണ്ട്, അത് മാനുവലാണ്. എല്ലാ വണ്ടി നമുക്ക് നോർമൽ ഓടിക്കുന്നതിനെല്ലാം ഓട്ടോമാറ്റിക്കാണ്. കണ്ടു സ്കൂളിൽ നിന്ന് വന്ന് ഈ പരിപാടി അങ്ങ് തീർത്തിയത്. ഇനി വേണം കാപ്പി കുടിച്ചിട്ട് വേണം അല്പം നേരം വിശ്രമം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിലേക്കുള്ള ഓട്ടമാണ്. ഇന്ന് പിന്നെ വേറെ ഓട്ടോ ഒന്നും വന്നിട്ടില്ല. ആദ്യം ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം സാധാരണ ഈ ഹാൻഡ് ബ്രേക്ക് റിമൂവ് ആയി വരേണ്ടതാണ്. മറ്റുള്ള വണ്ടികൾക്കെല്ലാം ഹാൻഡ് ബ്രേക്ക് കാലിലാണെങ്കിലും പെട്ടെന്ന് റിമൂവ് ആയി വരണ്ടേ. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് തപ്പി അവസാനം തന്നെ ഇവിടെ ഒരു സ്വിച്ചാണ്. ഇതൊരു ബട്ടണാണ്. അത് വലിച്ചാൽ മാത്രമേ ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് റിമൂവ് ആകത്തുള്ളൂ. ഇവിടെ ഇത് വലിച്ചെടുക്കും. ബാക്കിയുള്ള മറ്റേ ഫൂഡിൻ്റെയൊക്കെ വണ്ടിയിൽ ഇവിടെ തന്നെയാണ്. വലിയ വണ്ടിയിലൊക്കെ ഇങ്ങനെ തന്നെയാണ്, കാലേ തന്നെയാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. നമ്മുടെ പഴയകാല അംബാസിഡർ പോലെയാണ്. ഇപ്പോൾ വീണ റിവേഴ്സാണ്. റിവേഴ്സ് ക്യാമറയൊക്കെ ഉണ്ട്. ഇപ്പോൾ വീണ നോട്ടർ ഇപ്പോൾ വീണത് ഫസ്റ്റാണ്. പവർ സ്റ്റിയറിംഗ് അല്ലേ സാധനം. നമ്മൾ മറ്റേ വണ്ടിയിട്ട് ഓടിക്കുന്നതാണെങ്കിൽ ഇത് ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒടിഞ്ഞു വരത്തില്ല. അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടല്ലോ. പവർ സ്റ്റിയറിംഗ് ഇച്ചിരി കുറവാണ്. ഒരു തൂണ് കാണുന്നു. കേറട്ടെ അങ്ങനെ അങ്ങോട്ട് കേറട്ടെ. ഒരുപാട് ദൂരമാണ്. നമ്മളൊരു ടയർ കൊണ്ട് വെച്ചിട്ടുണ്ട്. ബാക്ക് അധികം കാണാൻ പറ്റാത്തതുണ്ട്. ക്യാമറയിലാണെങ്കിലും അവിടെ ഭിത്തിയുണ്ട്. അപ്പം ഒന്നും കൂടെ ഇങ്ങോട്ട് കയറി വെക്കാൻ 500 കോടി ഇങ്ങോട്ട് എടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ വലിയൊരു വണ്ടി ഇടാനുള്ളത്, അതുകൊണ്ട് ഇച്ചിരി ചേർത്തിടണം.
ഒന്ന് നമ്മോട്ട് എടുക്കണം. ഓക്കെ ഞാനൊരു ഭിത്തി കാണിച്ചു തരാം. ക്യാമറ കാണിക്കുന്ന ഭിത്തി ഉണ്ടോ, തൊട്ടടുത്താണ്. ഈ സൈഡ് ഗ്ലാസ് നോക്കിയേ, ആ ടയർ കിടക്കുന്നിടത്ത് ഇനി എത്ര ദൂരം. അപ്പം നമ്മൾ ചെക്കനെ തളച്ചിരിക്കുകയാണ്. ആണ് ചെക്കനെ അങ്ങനെ തളച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉണ്ടോ, ഇത്രയും ഗ്യാപ്പേ ഉള്ളായിരുന്നു. ചെക്കൻ റിമോട്ടിനകത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. എന്താ ഓക്കായി. നമ്മുടെ ചെക്കൻ്റെ യാത്ര കഴിഞ്ഞുള്ള സാധനങ്ങൾ ഇറക്കുന്ന അൺലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടല്ലോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ ഈ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. ഇനി ഒരു ദിവസം നമുക്ക് ഇവനെ ലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മുടെ ഗോഡൗണിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയതിന് ശേഷം സാധനം കയറ്റുന്ന കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും കുവൈത്തിൻ്റെ രസകരവും കൗതുകപൂർണ്ണമായ കാഴ്ചകളിലൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ.